ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് രാത്രിയിലത്തെ ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കടയിൽ പോയിട്ട് ഞാൻ മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിങ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അവരുടെ അടുത്ത് സ്ലൈസ് ചെയ്തിട്ട് മുറിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു മീൻ മേടിച്ചിട്ട് തേങ്ങ അരച്ചൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കറിയില്ല ഈ ഒരു മീൻ തേങ്ങ അരച്ച് അങ്ങനെ ആരും വെക്കണം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ സ്ലൈസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 പീസ് നമുക്ക് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പക്ഷേ കറി വെച്ചപ്പോഴേ നമ്മൾ ഇതിന് മുന്നേ വേറൊരു ദിവസം മേടിച്ചപ്പോൾ കുഞ്ഞു പീസാക്കിയിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ വറക്കുമ്പോഴാണെങ്കിലും പിന്നെ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ട് നമ്മൾ ചെറിയ പീസാക്കി മുറിക്കുമ്പോഴാണ്. അപ്പം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചില്ല, പക്ഷേ കറി വെക്കാനുള്ളത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെറിയ പീസാക്കി. അങ്ങനെ ഒരു 4 കഷ്ണം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് സാധാ മസാലയൊക്കെ തന്നെ പുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈയോടുകൂടെ നമ്മളുടെ മീൻ പറ്റിക്കാനും കൂടെ വെച്ചു. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഈ മീൻ നമ്മൾ തേങ്ങ അരച്ചൊക്കെ വെക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലത്തെ മസാലകളൊക്കെ തന്നെയാണ്. സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് വാട്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഇതൊക്കെ കൂടെ ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കുകയാണ് കേട്ടോ. ഈ മീൻ കറി വെച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 അല്ല ചിലപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഈ കറി കാണും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ ഒലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസമല്ലേ കാണുള്ളൂ, 2 ദിവസം ഇവിടെ നിൽക്കില്ല. മീൻകറിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് കാണുമല്ലോ. അപ്പോൾ പിന്നെ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, സുഖമായിട്ടിരിക്കാം. ആ ഒരു ഇതിലാണ് മീനും ഇടയ്ക്ക് ഞാനിങ്ങനെ പറ്റിച്ച് വെക്കുക. പിന്നെ തേങ്ങ അരച്ച് വെക്കുമ്പോഴേ നമ്മൾ ഇരിക്കുന്തോറും അങ്ങനെ ടേസ്റ്റ് കൂടുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറ്റിച്ച് വെക്കുന്ന മീൻ അങ്ങനെയാണല്ലോ, നമ്മളിപ്പം ഇങ്ങനെ ഒരു തവണ എടുത്തതിൽ ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ച് വെക്കില്ലേ, അങ്ങനെ തിളപ്പിക്കുന്തോറും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരില്ലേ. അപ്പം അതുകൊണ്ട് ഏട്ടനും ഇങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇട്ടു, അരച്ചാ ചേർത്തിട്ടുള്ളത് തക്കാളി. അങ്ങനെ മീൻകറിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മൾ എത്തി. ഇപ്പം മീൻകറി പണ്ടെന്നൊക്കെ ഓർക്കുമ്പോൾ അയ്യോ മീൻകറി എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ വലിയ സംഭവം പോലെയൊക്കെ തോന്നാം. ഇപ്പം പക്ഷെ അത്ര വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. എന്നിരുത്തി അപാര ടേസ്റ്റാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും പറയുന്നില്ല. എന്തായാലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ലീഫി ആയിട്ടുള്ള ഐറ്റംസ് നമ്മളുടെ അകത്തോട്ട് ചെല്ലട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ പാലക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ ആദ്യം ചീരാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു എടി അത് ചീരയല്ല പാലക്കാണെന്ന്. അപ്പോൾ നമുക്കിവിടെ ഇതേ ഉള്ളൂ, നമ്മളുടെ നാട്ടിലെ ചീര ഇവിടെ കിട്ടാനൊന്നുമില്ല. ആകെ കൂടെ നമുക്ക് അവിടെ ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത് ഈ ഒരു സാധനമാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചീര കഴിക്കണ പോലെയൊക്കെ തന്നെ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണല്ലോ. പിന്നെ ചീരേനെ അപേക്ഷിച്ച് നോക്കുമ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എളുപ്പം. മറ്റേ നമ്മുടെ ചീരയിൽ ഇങ്ങനെ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റണ്ടേ, അത് വീണ് കഴിഞ്ഞാൽ കഴിക്കൂലേ. ഇതാകുമ്പോൾ ആ ഒരു തണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി. ഞാൻ പിന്നെ പണ്ട് തന്നെ മമ്മി നമുക്കൊരു ചീരയുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ഒരു വയലറ്റ് കളറ് പൂവുള്ളൊരു ചീരയുണ്ട്. പക്ഷേ ഞാൻ വലുതായി പിന്നെ അത് കഴിച്ചിട്ടില്ല. അത് ചെറുതിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മമ്മി ഇങ്ങനെ മുട്ടയൊക്കെ ചിക്കി അങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. പക്ഷെ അത് പിന്നെ അങ്ങനത്തെ ഒരു ചീര ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനത്തെ കഴിച്ചിട്ടുമില്ല. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചീര ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിൽ മുട്ട ഇടാറുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻകറിയൊക്കെ അങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇച്ചിരി ഒരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ ഞാൻ നമ്മളുടെ ചീര ഒലത്താൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു മസാലയല്ല, ഒരു കുറച്ച് തേങ്ങ, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരിച്ചിരി ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്ത് ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്നത് ഞാനിട്ടു. ചില സമയത്ത് ഞാൻ മറ്റേ കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിതിൽ നമ്മളുടെ കൊച്ചുള്ളിയോ സവാളയോ ഒന്നും തന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല.
ഇത് സത്യം പറഞ്ഞാൽ എളുപ്പപ്പണി, എനിക്ക് മടിയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചീരയിട്ടു, പിന്നെ നമ്മുടെ തേങ്ങ ആ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു എല്ലാം കൂടെ, എല്ലാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം അതിലുണ്ട്. അപ്പോൾ എല്ലാം അതിനുള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ എനിക്ക് മടി വരണ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. അല്ലാത്ത സമയത്ത് ഞാൻ കൊച്ചുള്ളിയും ഇതെല്ലാം കൂടെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. ചില ആൾക്കാർ പറയുമല്ലോ ഇങ്ങനെ മൂപ്പിച്ചെടുത്താലാണ് ടേസ്റ്റ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താലും അത് എളുപ്പമാണ്, ടേസ്റ്റും നല്ലതാണ്. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് വെന്ത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നടുവിൽ ഒരു കുഞ്ഞി ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട, 2 മുട്ട ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കൂടിപ്പോകും. പിന്നെ അത് മുട്ടക്കറി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം, ചീരയൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് അതിലിപ്പം വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി വരുമല്ലോ, അതെല്ലാമായി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മുട്ട ഇടും. മുട്ടയൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തു. നമ്മളുടെ മീൻകറിയും അവിടെ സെറ്റായിട്ടുണ്ട്, നമ്മളുടെ ചീരയും സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.